ഹലോ നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഹെൻറി വാട്സ്വർത്ത് ലാങ്ഫെല്ലോ എഴുതിയിട്ടുള്ള സക്സസ് എന്നുള്ളൊരു പോവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ എന്താണ് സക്സസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് ഈ ഒരു കവിത വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെ കൂടെ തന്നെ സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യത്തിനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അവരൊക്കെയും ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലക്കിൻ്റെ പേരിലൊന്നും ജയിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളുകളല്ല, മറിച്ച് അവരവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മറ്റുള്ളവരൊക്കെയും ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയും റെസ്റ്റ് ചെയ്യുന്ന സമയത്തും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർ ആ ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളും എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള രീതിക്കൊരു ഒരു ആശയം തരുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള സക്സസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോവാം. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ, ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലെയിം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, വി ഹാവ് നോട്ട് വിങ്സ്, നമുക്ക് എന്തില്ല, നമുക്ക് ചിറകുകളില്ല. വി കനോട്ട് സോർ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനും സാധിക്കില്ല, പറക്കാനായിട്ട് സാധിക്കില്ല. സോർ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ചിറകുകളില്ലെങ്കിൽ നമുക്ക് എന്തിനു പറ്റില്ല, പറക്കാനായിട്ട് പറ്റില്ല. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്, പക്ഷെ നമുക്ക് എന്തുണ്ട്, പാദങ്ങളുണ്ട് അല്ലെങ്കിൽ കാലുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എവിടെ വേണമെങ്കിലും ക്ലൈംബ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലൈംബ് എന്നുള്ളൊരു മീനിങ്ങിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് നമുക്ക് പറക്കാൻ സാധിക്കില്ല. പക്ഷേ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പവർഫുള്ളായിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്, നമ്മുടെ കയ്യിൽ പാദങ്ങളുണ്ട്, നമ്മുടെ ദേഹത്ത് കാലുകളുണ്ട്. ആ കാലുകൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ നമ്മുടെ കയ്യിൽ ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക, അല്ലെങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ, ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം. അപ്പോൾ അദ്ദേഹം പറയാണ്, പെട്ടെന്ന് അങ്ങനെ ചാടി ഓടി കയറുക നല്ല ആൾ ഉദ്ദേശിക്കുന്ന ആൾ പറയണം ബൈ സ്ലോ ഡിഗ്രീസ്, കുറേശ്ശെ ചെറിയ ഡിഗ്രികളായിട്ടെന്ന് പറയില്ലേ, ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ എന്തിലേക്ക് കിടക്കാം, ബൈ മോർ ആൻഡ് മോർ, അങ്ങനെ കുറച്ച് ക്ലെയിം ചെയ്ത് മോർ ആൻഡ് മോർ, കൂടുതൽ ദൂരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കവർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ എന്തിനാണ് കവർ ചെയ്യുന്നത്, ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മേഘാവൃതമായി കിടക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൊടുമുടികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിൽ നമ്മുടെ മുന്നിൽ കിടക്കുന്ന മേഘാവൃതമായിട്ട് നല്ല ആകെ പ്രശ്നമായി ആകെ കലുഷിതമായി കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറേശ്ശെ പിന്നെ കൂടുതൽ ദൂരമായിട്ട് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് നമ്മൾ കടന്നു പോവേണ്ടത് അല്ലെങ്കിൽ പാസ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് പറയുന്നുള്ളൂ. നമുക്ക് ചിറകുകളില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തുണ്ട്, നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പാദങ്ങളുണ്ട്. ആ പാദങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിലുള്ള നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നമ്മൾ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ പതിയെ എന്ത് ചെയ്യണം, മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കണം. The mighty pyramids of stone that wedge like cleave the desert airs. ഇനി പറയുന്ന മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചറിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു പിരമിഡ് കയറുന്ന ഒരാളെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ മൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ പാറ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പിരമിഡ്സ് അല്ലെങ്കിൽ ഭയങ്കര ശക്തമായിട്ടുള്ള പിരമിഡ്സ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ്, ആ ഒരു ഡെസേർട്ട് എയേഴ്സിന്, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ അത്തരത്തിൽ ഡെസേർട്ട് എയേഴ്സിന് അല്ലെങ്കിൽ മരുഭൂമിക്കാറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ആ ഒരു ചൂടും അതേപോലെ പൊടി പിടിച്ചിട്ടുള്ള അത്തരത്തിലൊരു മരുഭൂമിക്കാറ്റിനെ വരെ ഒരു വെഡ്ജ് ലൈക്ക് ക്ലീവ് എന്നാണ് പറയുന്നത്. വെഡ്ജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അറിയാത്തവർക്ക് നമ്മൾ പിരമിഡിൽ അതേ ഷേപ്പിലുള്ള ഒരു മരത്തിൻ്റെ ഒരു പലക പോലത്തെ സംഭവം നമ്മൾ മലയാളത്തിൽ നമ്മൾ ആപ്പ് എന്നൊക്കെ പറയും. അതായത് ഇടയിൽ നമ്മളിങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന തരത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമേ. അപ്പോൾ ഈ സെയിം സാധനം അപ്പോൾ ഒരു ഡെസേർട്ട് എയറിനെ പോലും അല്ലെങ്കിൽ ഒരു മരുഭൂമിയിലെ വായുവിനെ പോലും ഒരു വെഡ്ജ് പോലെ അത്തരത്തിലുള്ള മരപ്പലക പോലെ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു ചീള് പോലെ ഇങ്ങനെ വെഡ്ജ് ലൈക്ക് ക്ലീവ് എന്നാണ് പറയുന്നത്. ക്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് ഒരു പിളർന്നു വരുന്ന സമയത്ത് ഒരു വര വീഴില്ലേ, അതിനെയാണ് ക്ലീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു ഡെസേർട്ട് എയറിനെ ഇങ്ങനെ കീറി മുറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വെഡ്ജ് പോലെ നിന്നിങ്ങനെ വര വീഴ്ത്തുന്ന തരത്തിൽ ഒരു പിരമിഡ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നല്ല മൈറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. വെൻ നിയർ സീൻ ആൻഡ് ബെറ്റർ നോൺ, അത് നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ എന്താണ് ഭയങ്കര പ്രശ്നമാണ്, മൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ശക്തമായിട്ടുള്ള
ഒരു ഡെസേർട്ട് എയറിനെ പോലും കീറി മുറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു സംഭവമായിട്ടാണ് പിരമിഡ് നിൽക്കുന്നത്. അതിനെ നമ്മൾ നമ്മുടെ ലൈഫിലെ തടസ്സങ്ങളായിട്ട് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ അടുത്തൊന്ന് പോയി നോക്കുക. വെൻ നിയറർ സീൻ, കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് നോക്കുമ്പോൾ, ആൻഡ് ബെറ്റർ നോൺ, കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ, ആർ ബട്ട് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ്. അടുത്ത് പോയി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരാൾക്ക് കയറി പോകാൻ പറ്റുന്ന സ്റ്റെയറുകളാണത്. നമ്മുടെ മുന്നിൽ അത് വലിയൊരു തടസ്സമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ദൂരത്ത് നോക്കുമ്പോൾ അയ്യോ ഇത് വലിയൊരു തടസ്സമാണല്ലോ, ഇതിനെ മറികടക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമ്മളതിനെ നേരിടാൻ തീരുമാനിച്ച് കുറച്ച് അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അത് തടസ്സമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പടവുകളായിരുന്നു, സ്റ്റെപ്പുകളായിരുന്നു എന്ന് നമുക്ക് അപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൂരത്തുനിന്നേ കണ്ടിട്ട് നമ്മളിതൊരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്തിനു സാധിക്കില്ല? അതിൽ നിന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക ലക്ഷ്യത്തിലേക്കുള്ള ഒരു പുതിയ വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? തുറന്നു കിട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അതിനെ ഫേസ് ചെയ്യണം. തടസ്സങ്ങളെ ഫേസ് ചെയ്ത് അടുത്ത് പോയിട്ടൊന്ന് നോക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പുതിയ വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നതായിരിക്കും. ദ ഡിസ്റ്റൻറ്റ് മൗണ്ടെയിൻസ് ദാറ്റ് അപ്പിയർ ദേ ആർ സോളിഡ് ബാഷൻസ് ഓഫ് ദ സ്കൈ. ഇനി പറയുന്ന ഡിസ്റ്റൻറ്റ് മൗണ്ടെയിൻസിനെ കുറിച്ചാണ്. കുറേ ദൂരത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് അപ്പിയർ ദേ ആർ സോളിഡ് ബാഷൻസ് ഓഫ് ദ സ്കൈ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ആകാശത്തിൻ്റെ ഒരു കോട്ട കെട്ടിയതുപോലെ, അങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സോളിഡ് ആയിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നൊരു മൗണ്ടെയിനെ പോലെ നമുക്ക് തോന്നുകയാണ്, നമ്മൾ മുന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽസ് റൈസ്. പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പാതകളിലൂടെ നമ്മൾക്ക് ഉയരത്തിലേക്ക് പറന്നുയരാനുള്ള, അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പാസ് ചെയ്യാനുള്ള ആ ഒരു പാതയിൽ അത് നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ മുന്നിലുള്ള മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, പിരമിഡ്സ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ദൂരേന്നേ കണ്ടിട്ട് അയ്യോ ഇത് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാൻസ് യൂസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. The heights by great men reached and kept were not attained by sudden flight. അവർ പറയുകയാണ്, ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ, വലിയ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ മഹാന്മാരായ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെയും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയല്ല എന്നാണ് പറയുന്നത്? വർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്. പെട്ടെന്ന് ഒരു ദിവസം പറന്നിട്ട് താഴെ നിന്നിരുന്ന ഒരാൾ ഉയരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സക്സസ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതല്ല. മറിച്ച് എന്താണ്? ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ്. പക്ഷെ അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? വൈൽ ദെയർ കമ്പാനിയൻ സ്ലെപ്റ്റ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉറങ്ങുമ്പോൾ, ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന അവർ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ തളർന്നു പോവുക, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് നിൽക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ്ങിലാണ്. അവർ ഉറങ്ങുന്ന സമയത്തും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്. ടോയിൽ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, കഷ്ടപ്പെടുക. അപ്പോൾ ആ സമയത്ത് പോലും ഈ സക്സസ്ഫുൾ ആയ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അധ്വാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുക സ്വിച്ച് ഇട്ടതുപോലെ, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക പറന്നുയരുന്നത് പോലെ അവർ അവിടേക്ക് എത്തിയതല്ല. മറ്റുള്ളവർ റെസ്റ്റ് ചെയ്യുമ്പോൾ പോലും കഷ്ടപ്പെട്ടിട്ട്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്തുകൊണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ ആ ഒരു സക്സസ്ഫുൾ ആയ സിറ്റുവേഷനിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത അവസാനിപ്പിക്കുന്നത്. വളരെ നല്ലൊരു കവിതയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്